ഇപ്പോൾ ബഹ്റിനിൽ നിന്നും നമ്മളോടൊപ്പം DCC പ്രസിഡന്റ് പ്രവീൺ കുമാർ കൂടി ചേരുന്നുണ്ട്. നമസ്കാരം ശ്രീ പ്രവീൺ കുമാർ, താങ്കൾ ഇപ്പോൾ ബഹ്റിനിലുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ സാഹചര്യമൊക്കെ എന്താണെന്ന് അറിയാമല്ലോ. ഈ ഒരു സാഹചര്യത്തിൽ എവിടെയാണ് ഉള്ളത്, എങ്ങനെയാണ് കാര്യങ്ങൾ? നമസ്കാരം. ഞാൻ 2 ദിവസം മുമ്പേ KPC പ്രസിഡന്റിനോടൊപ്പം OICCയുടെ ഒരു നോമ്പുതുറയ്ക്ക് വന്നതായിരുന്നു. നോമ്പുതുറ കഴിഞ്ഞ് അന്ന് രാത്രി തന്നെ പ്രസിഡന്റ് മടങ്ങി. ഞാൻ മിനിഞ്ഞാന്ന് ഉച്ചയ്ക്ക് മടങ്ങാൻ എയർപോർട്ടിലേക്ക് പോകുമ്പോഴാണ് ഈ സാഹചര്യം മാറിയത്. അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ ഹെൽഡപ്പാണ്. ഇവിടെ എൻ്റെ സഹോദരിയുടെ വീടുണ്ട്, അവിടെയാണ് ഞാൻ താമസിക്കുന്നത്. ഇവിടെ പൊതുവെ ശാന്തമാണെങ്കിലും അല്പം പരിഭ്രാന്തിയും ആശങ്കയും ജനങ്ങൾക്കുണ്ട്. വിമാന സർവീസ് ഉടൻ ആരംഭിക്കുമെന്ന് കരുതുന്നു. വിമാന സർവീസ് ആരംഭിക്കാൻ കാത്തിരിക്കുന്നു തിരിച്ചു വരാനായിട്ട്. അപ്പോൾ തിരിച്ചു വരാനുള്ളൊരു ബുദ്ധിമുട്ടാണ് ഇപ്പോൾ നേരിടുന്നത് അല്ലേ? ഇപ്പോൾ നേരിടുന്ന ബുദ്ധിമുട്ട് അത് മാത്രമാണ്, തിരിച്ചു വരാനുള്ള ബുദ്ധിമുട്ടാണ്. അത് ഉടൻ തന്നെ ക്ലിയർ ആവുമെന്നാണ് എംബസിയിൽ നിന്ന് അറിയിച്ചിരിക്കുന്നത്. ഏതായാലും ഞങ്ങളൊക്കെ കാത്തിരിക്കുന്നു ക്ഷമയോടെ. ഏറ്റവും കൂടുതൽ ഈ ഗൾഫ് മേഖലയിൽ ഉണ്ടായ ആക്രമണങ്ങളിൽ ഏറ്റവും കൂടുതൽ ആക്രമണം നേരിട്ട ഒരു സ്ഥലം തന്നെയാണ് ബഹ്റൈൻ. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ സഹോദരിയുടെ കുടുംബം അവിടെയാണെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അവരൊക്കെ സാഹചര്യം എങ്ങനെയാണ്? പുറത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയായിരിക്കില്ലേ? ഒന്നുമില്ല, പുറത്തിറങ്ങുന്നുണ്ട് ആളുകൾ. എല്ലാം സാധാരണ പോലെ തന്നെയാണ്. എല്ലാവരും പുറത്തിറങ്ങുന്നുണ്ട്, ഷോപ്പുകൾ തുറന്നിട്ടുണ്ട്, വാഹനങ്ങൾ ഓടുന്നുണ്ട്, പ്രവർത്തികൾ നടക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു ഭയാനകമായ സാഹചര്യം ഇപ്പോൾ ഇവിടെ ഇല്ല. നന്ദി ശ്രീ പ്രവീൺ കുമാർ. എന്തായാലും ബഹ്റൈനിൽ നിന്നാണ് അദ്ദേഹം നമ്മളോട് പ്രതികരിച്ചത്. എന്തായാലും ആശങ്കാജനകമായ സാഹചര്യങ്ങൾ ബഹ്റൈനിൽ ഉണ്ടാകുന്നില്ല, അല്ലെങ്കിൽ അവർ ഒരു താമസിക്കുന്ന ആ ഒരു രീതിയിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുന്നില്ല എന്ന് തന്നെയാണ് അദ്ദേഹവും വ്യക്തമാക്കുന്നത്. കൂടാതെ തന്നെ സാധാരണഗതിയിലാണ് ജീവിത രീതിയൊക്കെ മുന്നോട്ട് പോകുന്നത്. ആളുകൾ പുറത്തിറങ്ങാറുണ്ട്. ആകെ അലട്ടുന്ന ഒരു പ്രതിസന്ധി ഈ വിമാന സർവീസുകളടക്കം നിർത്തലാക്കിയതാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് നാട്ടിലേക്ക് തിരികെ എത്താൻ പറ്റാത്തൊരു ബുദ്ധിമുട്ട് മാത്രമാണ് ഇപ്പോൾ അനുഭവിക്കുന്നത്. അല്ലാണ്ട് മറ്റൊരു പ്രശ്നങ്ങൾ ഈ ഒരു മേഖലയിൽ ഉണ്ടായിട്ടില്ല എന്നും വ്യക്തമാക്കുന്നു. എങ്കിലും ആക്രമണം തുടരുന്ന സാഹചര്യത്തിൽ ജനവാസ മേഖലയിലേക്ക് അധികം ആ ഒരു ആക്രമണത്തിന്റെ ശക്തി അല്ലെങ്കിൽ തോത് എത്തിയിട്ടില്ല എന്ന് തന്നെ ഈ ഒരു പ്രതികരണങ്ങളിലൂടെയൊക്കെ തന്നെ നമ്മൾ മനസ്സിലാക്കുന്നു. എന്തായാലും എല്ലാവരും സുരക്ഷിതരായി ഇരിക്കുക, കൃത്യമായ നിർദ്ദേശങ്ങൾ പാലിക്കുക. വരും ദിവസങ്ങളിൽ ഈ ആക്രമണം തുടരാനുള്ള ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അത് തന്നെ മുൻകൂട്ടി കണ്ടുകൊണ്ട് അതിനുള്ള നിർദ്ദേശങ്ങൾ ഭരണകൂടത്തിന്റെ അടക്കം ഭാഗത്തുനിന്ന് നൽകുന്നുണ്ട്. അത് കൃത്യമായി പാലിക്കാൻ തന്നെ എല്ലാവരും ശ്രമിക്കുക എന്ന് തന്നെയാണ് നമ്മളും പറയുന്നത്.